ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രവീന്ദ്രനാഥൻ എന്ന് പറയുന്ന 84 വയസ്സുള്ള ഒരു വയോധികനെ സ്വന്തം മക്കൾ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ആ വീഡിയോ ലക്ഷക്കണക്കിന് എന്റെ കുടുംബം മൊത്തം തൊലച്ചതും തകർത്തത് ഇവനാണ്. റജി എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്റെ കുടുംബം മൊത്തം തൊലക്കാൻ വേണ്ടി തൊലച്ച് ഇപ്പോഴും തൊലച്ച് അവന്റെ കാല് വരെ വയസ്സുള്ള ഒരു വയോധികനെ തിരിഞ്ഞു നോക്കാത്ത മക്കളുടെ ഒരു വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സ്വന്തം ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, അവരുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ തെറ്റുകൾ പോലും നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാർ ഭാര്യയെ അഗാധമായി സ്നേഹിക്കുന്നത് കൊണ്ട് അവരെ അഗാധമായി വിശ്വസിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വലിയൊരു ഫ്രീഡം തന്നെ നൽകുകയും ചെയ്യും. ഞാൻ ഈ ഫ്രീഡം നൽകുന്നതിനൊന്നും എതിരല്ല, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഒരു പരിധിയിൽ കവിഞ്ഞ ഫ്രീഡം ഭാര്യമാർക്ക് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിൽപ്പെട്ട ഒരു വാർത്ത, ഒരു ഓട്ടോറിക്ഷക്കാരനായ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കയറി വന്നുകൊണ്ട് ആ സന്തോഷങ്ങളെല്ലാം കെടുത്തിക്കൊണ്ട് 2 മക്കളെയും അദ്ദേഹത്തെയും ഇട്ടെറിഞ്ഞുകൊണ്ട് ആ ഭാര്യ മറ്റൊരുത്തനൊപ്പം ഒളിച്ചോടി പോവുക എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഈ ലീലാവിലാസങ്ങൾ പിടിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് എത്ര കണ്ട് അങ്ങോട്ട് രസിക്കുകയില്ല, അല്ലെങ്കിൽ സഹിക്കാൻ വേണ്ടി പറ്റുകയില്ല. അത്രയ്ക്കും സങ്കടകരമായ ഒരവസ്ഥ. ആ മനുഷ്യൻ സ്വന്തം ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. എന്നിട്ടും അദ്ദേഹം മനസ്സിലാക്കുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് തെറ്റുപറ്റി. എന്നിട്ട് അവൻ്റെ കാല് പിടിച്ച് പറയുകയാണ്, ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകണം. കാരണം എനിക്ക് എൻ്റെ ഭാര്യയും മക്കളും അല്ലാതെ മറ്റൊന്നുമില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പകലില്ലാതെ കഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഉപജീവനം നടത്തിക്കൊണ്ടു പോകുന്നത്. ദയവ് ചെയ്ത് നീ സഹകരിക്കണമെന്ന് റിജിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് അദ്ദേഹം കേണപേക്ഷിക്കുകയാണ്. എന്നിട്ട് പോലും പുറംകാല് കൊണ്ട് ചവിട്ടിയിട്ട് അദ്ദേഹം ഇവനോട് നിങ്ങളെ പണി നോക്കി പോകാൻ വേണ്ടി പറയുന്ന ഒരവസ്ഥ. എത്രമാത്രം സങ്കടകരമായ ഒരവസ്ഥയാണ് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറയുന്നത് പോലെ ഇവരെ മുന്നിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുകയൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഓർത്തെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കടപ്പെടുത്തുന്ന വീഡിയോയിൽ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. എന്റെ കുടുംബം നശിപ്പിച്ച ചിതറയുള്ള റജി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് എന്റെ കുടുംബം നശിപ്പിച്ചത്. അവൻ കാരണമാണ് എന്റെ കുടുംബം ഇത്രയും തൊലഞ്ഞത്. സ്വന്തം മക്കൾ അവൻ എന്റെ പെണ്ണുമ്പിള്ളേരെ നമ്പറിൽ വിളിച്ച് അവളെ കൊണ്ടുപോയി അങ്ങനെ ചെയ്ത് അങ്ങനെ എന്നെ മൊത്തം നശിപ്പിച്ചത്. എന്റെ കുടുംബം മൊത്തം തൊലച്ചത് റജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. റജി ചിതറയുള്ളയാണ്. അതായത് ആൽത്രമുട്ടുള്ള മനോണ്ണന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെക്ക് മനോണ്ണന് കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് നിന്നും രവീന്ദ്രനാഥൻ എന്ന് പറയുന്ന വയസ്സുള്ള ഒരു പോളിഷ് കമ്പനി അവിടെ പോളിഷ് ചെയ്യാൻ വന്ന ഒരു വ്യക്തിയാണ് റജി. ആ വ്യക്തി എന്റെ പെണ്ണുമ്പളെ വശത്താക്കി അവന്റെ പെണ്ണുമ്പള ഗൾഫിലാണ്. അവന് എന്റെ പെണ്ണുമ്പളെ കൊണ്ട് പല ഉപയോഗം. അതുകൊണ്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്റെ കുടുംബം മൊത്തം തൊലിച്ചത്. അവനാണ് റജി എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. നീ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്റെ രവീന്ദ്രനാഥൻ എന്ന് പറയുന്ന 83-84 വയസ്സുള്ള ഒരു വയോധികനെ സ്വന്തം മക്കൾ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എന്റെ കുടുംബം മൊത്തം തൊലച്ചതും തകർത്തത് ഇവനാണ്. റജി എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്റെ കുടുംബം മൊത്തം തൊലക്കാൻ വേണ്ടി തൊലച്ച് ഇപ്പോഴും തൊലച്ച് ഇനിയും തൊലയ്ക്കും. എന്റെ ഫോണ് ഇരിപ്പുണ്ട്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് നിന്നും രവീന്ദ്രനാഥൻ എന്ന് പറയുന്ന ഒരു 83 വയസ്സുള്ള നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വളരെ സങ്കടം തോന്നിയ ഒരു വാർത്ത തന്നെയാണ്. കാരണം അദ്ദേഹം 2 പുത്രന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അതിൽ ഒന്നാമത്തെ പേരാണ് രവി. എനിക്ക് മരണം. ഓക്കെ, ബൈ എല്ലാവർക്കും. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എത്ര സങ്കടകരമായ ഒരു വീഡിയോ ആണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അവസാനം കാല് പിടിച്ച് അദ്ദേഹം അപേക്ഷിച്ചു നോക്കി, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി തരണം. അവരുടെ ഭാര്യ പോലും ഇദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു മയക്കത്തിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ആ ഒരു പ്രലോഭനത്തിൽ ആ ഭാര്യ വീണു കഴിഞ്ഞു. ഇനി ഇദ്ദേഹം എന്ത് തന്നെ പറഞ്ഞാലും തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്നോക്കം പോകാൻ അവർ തയ്യാറല്ല. അവർക്ക് മക്കളല്ല, ഭർത്താവല്ല വലുത്, ഇപ്പോൾ കാമുകനാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. 10, 40, 45 വയസ്സുള്ള ആൾ തീർച്ചയായിട്ടും 25, 30 വയസ്സുള്ള ആൾക്കാരുടെ ഒളിച്ചോടി പോവുകയാണ്. അതിന് യാതൊരു മാനദണ്ഡവും അല്ലെങ്കിൽ യാതൊരു
ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. അവർ അപ്പോൾ കാണുന്ന ആ നിറം, അപ്പോൾ കാണുന്ന ഒരു സ്റ്റൈല്, അപ്പോൾ കാണുന്ന ഒരു സ്നേഹം, അതുമാത്രമാണ് അവർ മാനദണ്ഡമാക്കുന്നത്. അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. അവസാന ഘട്ടത്തിൽ അവർ തിരിച്ചു വരാൻ വേണ്ടി ആലോചിക്കുന്ന സമയത്ത് ഇവിടെ ജീവിതം കുത്തിച്ചോറായിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും അവർക്ക് വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ സങ്കടം അദ്ദേഹത്തിന് സഹിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ പങ്കുവെച്ചത്. തീർച്ചയായിട്ടും ഈ വീഡിയോ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത് എന്നായിരിക്കും ചില ആൾക്കാർക്കെങ്കിലും തീർച്ചയായിട്ടും എനിക്കറിയാം ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് വരും. നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കും. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ, ചിലപ്പോൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ മക്കൾ, ആ മക്കളുടെ നല്ലൊരു ജീവിതം, അവരുടെ പേരക്കുട്ടികളുടെ ജീവിതമൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ജീവിതത്തിൽ ഈ ലോകത്തുണ്ടായിരിക്കണം. അതുകൊണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് വേണ്ടിയെങ്കിലും ജീവിക്കുക. അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി കുറച്ചുകൂടി മുന്നോട്ട് നടക്കുന്ന സമയത്ത് നമുക്കും മറ്റൊരു ജീവിതവും അതുപോലെ തന്നെ മറ്റൊരു സുഖവും എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ടെൻഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്രവൃത്തിയിലോ നമുക്ക് ജീവിതം ഒരിക്കലും മടുത്തു പോകാൻ വേണ്ടി പാടില്ല. ഇനിയും ഒരുപാട് നമുക്ക് ജീവിച്ച് തീർക്കാനുണ്ട്. നമുക്ക് ജീവിതം തന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവമായിരിക്കാം. ആ ജീവിതം എടുക്കാനോ ആ ജീവിതം കൊണ്ട് നശിപ്പിക്കാനോ ഒന്നും നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് എത്രയാണോ നമ്മൾ സാധാരണ രീതിയിൽ മരിക്കുന്നത് അതുവരെ നമ്മൾ ജീവിക്കുക. അപ്പോൾ സുഖമാണോ ദുഃഖമാണോ എന്ന് നമ്മൾ നോക്കണ്ട. എന്ത് തന്നെ ദൈവം തന്നാലും നമ്മളത് സ്വീകരിക്കുക. അതുമായിട്ട് മുന്നോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുപോലെ ഇത്തരത്തിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് നിങ്ങളുടെ മനസ്സ് പാളിപ്പോകാൻ വേണ്ടി പാടില്ല. ആ ഒരു കണ്ടൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് തരിക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമ്മളാരും തോറ്റു പോകാൻ വേണ്ടി പാടില്ല. തീർച്ചയായിട്ടും പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും നമുക്ക് ജീവിതത്തിൽ വരും. അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ മാത്രമേ ആത്യന്തികമായിട്ട് വിജയം നമ്മുടേത് മാത്രമായിരിക്കും എന്നുള്ള ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും നമുക്ക് വേണം. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതിനുള്ള ക്ഷമ തീർച്ചയായിട്ടും നമ്മൾ കാണണം. പരീക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ദൈവം പരീക്ഷണങ്ങൾ കൊടുക്കുക. അതിലാരും തളർന്നു പോകാതിരിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.